വിദ്യാസമ്പന്നരുടെ നാടാണ് കേരളം. തികഞ്ഞ ശാസ്ത്രബോധമുള്ളവർ, പുരോഗമനവാദികൾ. ഈ നാട്ടിൽ നിന്നാണ് തുടരെ തുടരെ ആഭിചാരങ്ങളുടെ, ദുർമന്ത്രവാദത്തിൻ്റെ, ദുരാചാരങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത്. ദുരാത്മാക്കളെ ഒഴിപ്പിക്കാനെന്ന പേരിൽ കഴിഞ്ഞ ദിവസം ആഭിചാരക്രിയ നടന്നത് കോട്ടയത്താണ്. യുവതി നേരിട്ടത് ക്രൂര പീഡനം. 10 മണിക്കൂറോളം ആഭിചാരക്രിയ നടത്തി. മദ്യം നൽകി, ഭസ്മം തീറ്റിച്ചു, പൊള്ളലേൽപ്പിച്ചു. സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും ദുരാചാരക്രിയകളെയും അംഗീകരിച്ചു എന്നതല്ലേ എന്ന് ഒരിക്കൽ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചപ്പോഴാണ് കോടതി അങ്ങനെ ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? നിയമനിർമ്മാണം ഇല്ലെങ്കിൽ ഇത്തരം അനാചാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാനാകും? ആരെയാണ് നമ്മൾ ഭയക്കുന്നത്? ദുരാത്മാവിനെയോ അതോ ദുരാചാരക്രിയകൾ നടത്തുന്നവരെയോ? നവോത്ഥാനം നയിച്ച കേരളത്തിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഉത്തരേന്ത്യയെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കുന്ന ശരാശരി മലയാളി ഇനിയെങ്കിലും കണ്ണാടിയിൽ നോക്കുമോ? സ്വന്തം കുറവുകൾ തിരിച്ചറിയുമോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം.